അവിടെ വെച്ചുണ്ടാക്കലൊന്നുമില്ലേ? നിങ്ങളെന്താ അന്നും പുളിയും കാണാത്തോടത്തുനിന്ന് വന്നതാ? എന്ന് അവിടെ ഉണക്കൽ മീനും ഇതൊക്കെ തന്നെ അല്ലേ? അപ്പൊ നല്ല കറിയൊക്കെ കൂട്ടിയിട്ട് ചോറ് തിന്നാലോന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ അടുത്തേക്ക് വന്നത്. ഞാൻ ഒറ്റക്കല്ല അവിടെ, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കലില്ല. എന്താ രണ്ടാളും കൂടി ഒരു വർത്താനം? അല്ല ഇമ്മേ, പാത്രങ്ങളൊക്കെ തുറന്നു നോക്ക എന്താണ് കൂട്ടാനുള്ളതെന്നേ. എന്നാലേ ഞാൻ ചിക്കൻ കൊടുന്നേരാ. ചിക്കനോ? വേണ്ടണ്ട, ഉമ്മ ചിക്കനൊന്നും തിന്നൂല. ഉമ്മക്ക് ഈ മീനും ഉണക്കൽ മീനൊക്കെ തന്നെ പറ്റുള്ളൂ. എന്ന് വിളിക്കാണെങ്കിൽ ഉമ്മ പറയും ഉണക്കൽ മീനാണ്, മത്തിയാണ് എന്നൊക്കെ. അപ്പൊ ഉമ്മക്ക് അതന്നെ ഇഷ്ടമുള്ളൂ. ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ്. ആ മോനെ ചിക്കനൊന്നും വേണ്ടടാ, ഉമ്മക്ക് അതൊന്നും ഇഷ്ടമില്ല. ഇജ്ജ് കുറച്ച് ഉണക്കലോ മത്തിയോ എന്തേലൊക്കെ കൊടുന്നാ മതി, അത് കൂട്ടിട്ട് തിന്നോണ്ട് ഞാന്. ആ, എന്നാ ഞാൻ എന്തേലൊക്കെ കൊണ്ടുവരാം. നിങ്ങളിങ്ങനെ പാത്രത്തിലൊന്നും കഴിച്ചിട്ട് വേണ്ട, നിങ്ങളവിടെ വന്നിരുന്നാണി. വൃത്തിയും വെറുപ്പില്ലാത്ത കാട്ടില്. നിങ്ങളെന്താ അവിടെ കാട്ടണ? ആൾക്ക് തുപ്പി അരപ്പാക്കുപ്പോ. ആരെയും കണ്ടുകാണ്ട് വന്നാൽ തന്നെ മോശമാണ്. നിങ്ങൾക്ക് ആ ബാത്റൂമിൽ എവിടെയെങ്കിലും ഒന്ന് പോയി തുപ്പി ഒഴിവാക്കി കൂടെ? ഇതിങ്ങനെ നടക്കണ വജ്ജിലൊക്കെ തുപ്പുക. നിങ്ങൾ അവിടുത്തെ പോലെ ഇവിടെ കാട്ടല്ലിട്ടാ. ഞാൻ അറിയാതെ തുപ്പിയതാടി. ഞാൻ അവിടുത്തെ ഓർമ്മയിലേ. നിങ്ങൾ എന്താ ഇമ്മ ഈ കാട്ടിക്കണ? ആ ബെഡ്ഷീറ്റ് ഒക്കെ കൂടെ എന്താ അവിടെ ഇങ്ങനെ വലിച്ചിട്ടിക്കണത്? ഒന്നുമില്ലടി, ഇക്ക് ഇതിലൊന്നും കിടന്നിട്ട് ശീലമില്ലല്ലോ. ഈ ഇങ്ങനത്തെ ഒരു കട്ടിൽമ ഒരു തൽക്കാണി ഇട്ടുകാണ്ട് കിടക്കും. അതുകൊണ്ട് ഇക്ക് അയിമ കിടന്നിട്ട് ഒരു സുഖമില്ല. അപ്പൊ ഞാൻ ആടെ നീക്കിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നതാ. ആ, എന്നാ നിങ്ങൾ അവിടെ കുറച്ചേരം കിടന്നോളി. എടി, നമുക്ക് നാളെ ഇമ്മാനായിട്ടൊന്ന് പുറത്തേക്ക് പോയാലോ? നിങ്ങൾ എന്താ ഈ പറയണത്? എന്റെ അമ്മയാണെങ്കിലും നിങ്ങളെ അമ്മയാണെന്നുണ്ടെങ്കിലേ അധികം ഒന്നും വല്ലാതെ അടുക്കൊന്നും വേണ്ട. ഇതൊക്കെ എപ്പോഴും ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലേ പിന്നെ ഓല് എപ്പോഴും വരാൻ തുടങ്ങും. എടി, അതെന്റെ ഉമ്മല്ലേ? ആ, എന്റെ അമ്മക്കെ തന്നെയാണ്, സംഭവമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ വേണ്ട, അല്ലെങ്കിൽ തന്നെ